നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ദിവസം 1000 രൂപ അല്ലെങ്കിൽ 1200 രൂപ, ചിലപ്പോൾ അതിൽ കൂടുതലും കൂലിപ്പണി എടുത്ത് ഉണ്ടാക്കുന്നവർ കാണും. പക്ഷേ അത്രയും കിട്ടിയാലും മിനിമം 600 രൂപയെങ്കിലും കൊണ്ട് ബിവറേജ് കൊടുക്കും. 10-200 രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എടുക്കും. പിന്നെ പെട്രോള്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ ചിലവ്. ഒടുവിൽ വീട്ടിലെത്തുന്നത് എത്രയാണ്? 100-200 രൂപയൊക്കെ ആയിരിക്കാം. ഇത്രയൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചതിന് ശേഷം ഫ്രീ ടൈം കിട്ടുമ്പോൾ മലയാളി ഇരുന്ന് പറയുന്നത് എന്താ? അംബാനിയുടെ മകൻ്റെ കല്യാണത്തിൻ്റെ ദൂർത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ആഡംബരത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാ പറയുന്നത്? ഈ 1000-ഉം 1200 രൂപയ്ക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അതിൽ നല്ലൊരു ശതമാനം കൊണ്ട് ബിവറേജിലും കൊടുത്ത് ലോട്ടറി ടിക്കറ്റും എടുത്തതിന് ശേഷം മാറിയിരുന്ന് കുറ്റപ്പെടുത്തുകയാണ്. അംബാനിയുടെ മകൻ്റെ കല്യാണം കൊണ്ടോ കോടികൾ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ഓർത്തു നോക്കുക. ഈ അംബാനിയുടെ ആസ്തി എന്ന് പറയുന്നത് 7,65,000 കോടിയാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സാധാരണക്കാരന്. 7,65,000 കോടി ആസ്തിയുള്ള ഈ അംബാനി അതിൽ നിന്ന് ഒരു 5,000 കോടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിൽ നിന്ന് ഒരു രോമം പോകുന്ന പോലെ നിസ്സാരപ്പെട്ട കാര്യമാണ്. 1% പോലും ആവുന്നില്ല. അയാളുടെ മൊത്തം സ്വത്തിൻ്റെ 1% പോലും ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ചെലവഴിക്കുന്നില്ല. ഇനി അത് ആഡംബരമാണോ എന്ന് ചോദിച്ചാൽ ആഡംബരം തന്നെയാണ്. പക്ഷേ കണക്കുകൾ സംസാരിക്കട്ടെ. ഇനി മലയാളിയെ നോക്കുക. ഉദാഹരണത്തിന് മലയാളിക്ക് ഒരു 30 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട് എന്ന് കരുതുക, അവൻ്റെ സ്ഥലവും വീടും ഒക്കെ ആയിട്ട്. പക്ഷേ അവൻ്റെ മകളുടെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ മകൻ്റെയോ മകളുടെയൊക്കെ കല്യാണം വരുന്നു എന്ന് കരുതുക. അവൻ ആ 30 ലക്ഷത്തിൻ്റെയും ചിലപ്പം കൊണ്ട് പണയം വെക്കും. എന്നിട്ടും പോരാതെ 10 ലക്ഷം കടം കൂടി മേടിക്കും. എന്നിട്ടാണ് സ്വന്തം മകളുടെ കല്യാണം നടത്തിവിടുന്നത്, അല്ലെങ്കിൽ മകളോ മകനോ ഒക്കെ. എന്നിട്ട് നമുക്ക് ഈ അംബാനിയെ കുറ്റപ്പെടുത്താൻ എന്ത് യോഗ്യതയാണുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ മലയാളികൾ മുന്നിൽ തന്നെയാണ്. ഇനി അംബാനി 5,000 കോടി മടക്കിയിട്ട് ഒരു വലിയ ആഡംബര വിവാഹം നടത്തുന്നത് എത്രയോ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതിനകത്ത് പോസിറ്റീവ് വശം എന്താണ് നിങ്ങൾ കാണാത്തത്? ഈ അംബാനി ഈ 5,000 കോടി എന്ന് പറയുന്നത് അംബാനി ശരിക്കും വിപണിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത്. എത്രയോ ആയിരങ്ങളുടെ കയ്യിലേക്കാണ് ഈ പണം ചെന്ന് ചേരുന്നത് എന്ന് ഓർക്കുക. ഇതിന് ഓരോന്നിനും നികുതിയുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ലൊരു പങ്ക്, നല്ലൊരു വിഹിതം സർക്കാരിലും എത്തുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഏതാണ്ട് 80 കോടിക്ക് മുകളിൽ എന്തോ ആണ് ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞ ഒരുത്തൻ. അവനെപ്പോലുള്ളവരെ നമ്മളാരും എന്താ പറയുക, വിവാഹം പോലുള്ള പരിപാടിയിലൊന്നും കേട്ടിട്ടില്ല. കാരണം അടിവസ്ത്രമൊക്കെ പുറത്ത് കാണത്തക്ക രീതിയിൽ ഒരു കളസവും വലിച്ച് കയറ്റിയിട്ട് അകത്തൊരു ഇന്നർവെയർ പോലത്തെ ഒരു ബനിയനും ഒക്കെ ഇട്ടിട്ട് വന്നിട്ടാണ് പാട്ടും കൂത്തൊക്കെ നടത്തിയിട്ട് പോയത്. അപ്പോൾ ഇതുപോലെ ഒരുത്തന്നെ എന്തിനാണ് 80 കോടി കൊടുക്കുന്നത് എന്ന് സാധാരണക്കാരന് ചിന്തിക്കാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ ഇവിടെ വന്നിട്ട്, അവൻ മറ്റൊരു രാജ്യക്കാരനാണ്, ഇന്ത്യയിൽ വന്നിട്ട് ഈ 80 കോടി കൊണ്ടാവും പോകുമോ? ഒരിക്കലും പോകില്ല. അവന് കിട്ടുക 40-50 കോടി രൂപയായിരിക്കും. അതിൽ നിന്ന് നല്ലൊരു ശതമാനം, ഏതാണ്ട് 40% മുകളിൽ സർക്കാരിന് പോകും, ഇന്ത്യൻ സർക്കാരിന്. അല്ലെങ്കിൽ ഇത് ഏത് സംസ്ഥാനത്താണ് നടന്നെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനും അതിലൊരു വിഹിതമുണ്ട്, കേന്ദ്ര സർക്കാരിനുമുണ്ട്. അത് തിരിച്ച് ജനങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. റോഡായിട്ടോ അല്ലെങ്കിൽ റെയിൽവേ ഒക്കെ ആയിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഗുണഭോക്താവ് ആവുകയാണ്. ഇനി ഈ കല്യാണത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ഓരോ ഇവൻ്റ് മാനേജ്മെൻറ്റൊക്കെ നടത്തുന്ന ഓരോ ചടങ്ങുണ്ട്. അതിലൊക്കെ ഈ കോടികളാണ് വിനിയോഗിക്കുന്നത്. ഇതൊക്കെ ആളുകളുടെ കയ്യിലേക്കാണ് ചെല്ലുന്നത്. അത് 1000 ആവാം, ചിലപ്പം 10,000 ആളുകളാവാം. എന്തായാലും ഈ ഒരു സംഭവം കൊണ്ട് എത്ര ആളുകളിലേക്കാണ് ഈ പണം കൈമറിഞ്ഞ് പോകുന്നത് എന്ന് നോക്കുക. ഇതൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരാളും ഇതൊന്നും ചിന്തിക്കുകയില്ല. അവർ നോക്കുമ്പോൾ 5,000 കോടി എടുത്ത് അയാൾക്ക് വല്ല പാവങ്ങൾക്കും കൊടുത്തുകൂടെ? പാവങ്ങൾക്ക് വെറുതെ കൊടുക്കുന്നേക്കാൾ നല്ല എപ്പോഴും ഈ ദാനം മേടിക്കണം, ചുമ്മാതെ കിട്ടണം എന്നുള്ള ചിന്താഗതി ഉണ്ടല്ലോ, അത് മാറ്റി വെക്കണം. അത് ആത്മാഭിമാനമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പണിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ കാശ് മേടിക്കുക. അപ്പോൾ അംബാനി ചെയ്ത അതാണ്. അംബാനി ഇത്തരം പരിപാടികൾ നടത്തിയിട്ട് ഒരു ഇവൻ്റ് നടത്തുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൻ്റെ ആഘോഷങ്ങൾ നടത്തുന്നു. അതിൽ ആളുകൾ വരുന്നു, കസേര മുതൽ ഭക്ഷണം വിളമ്പുന്നവർ മുതൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിൽ ഡാൻസ് കളിക്കാൻ വരുന്നു, പാട്ട് കളിക്കാൻ വരുന്നു, സെലിബ്രിറ്റി വരുന്നു. ഒരു സെലിബ്രിറ്റീസ് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പണം അവർക്ക് മാത്രമല്ലല്ലോ, അവരുടെ മേക്കപ്പ് മാൻ, അവരുടെ ഡ്രൈവർ, അങ്ങനെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എത്ര കുടുംബത്തിലേക്ക് അത് ചെല്ലുന്നു. അങ്ങനെയാണ് ശരിക്കും കണക്കാക്കേണ്ടത്. അപ്പോൾ 5,000 കോടി അദ്ദേഹം വിനിയോഗിച്ചത് യഥാർത്ഥത്തിൽ മാർക്കറ്റിലേക്ക് അദ്ദേഹം ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശം കാണാതെ അയ്യോ അംബാനി 5,000 കോടി മുടക്കി അയാളുടെ മകൻ്റെ കല്യാണം നടത്തുന്നു, നമ്മൾ 1,000-1,200 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുത്തിട്ട് 600 രൂപ കൊണ്ട് ബിവറേജ് കൊടുക്കുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതും ആഡംബരമാണ്. 7,65,000 കോടിയുടെ ആസ്തിയുള്ള അംബാനി
ഈ 5000 കോടി മുടക്കുന്നതിനേക്കാൾ തോത് കൂടുതലാണ് 1200 കിട്ടിയവൻ 600 കൊണ്ട് ബിവറേജ് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണക്ക്. എന്നിട്ട് അത് മനസ്സിലാക്കാതെ നമ്മളിവിടെ നിന്ന് മാറി നിന്നിട്ട് ആ അംബാനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അംബാനിയുടെ മോൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ക്രയവിക്രയം പണം എങ്ങോട്ട് ചെല്ലുന്നു, ആർക്കൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു, സർക്കാരിന് എന്തെങ്കിലും നേട്ടം, എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇവിടെ IPL നടക്കുമ്പോൾ, ഇവിടെ വലിയ ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ കോടികളുടെ ഇടപാടാണ്, ബിസിനസ്സാണ്. ഇതല്ലേ ഓരോ കളിയും, അത് ക്രിക്കറ്റ് ആവട്ടെ ഫുട്ബോൾ ആവട്ടെ എന്താണെങ്കിലും ശരി, ഇവിടെ IPLനെയൊക്കെ ഇവിടുത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കും, അതിന് സംരക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ സുരക്ഷ കൊടുക്കും, ഇതൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ്? ഒരു പങ്ക് സർക്കാരിലേക്കും ചെല്ലുന്നുണ്ട്. മാത്രമല്ല എത്രയോ ആയിരക്കണക്കിന് ആളുകളിലാണ് അതുകൊണ്ട് മാത്രം അതിനെ ചുറ്റിപ്പറ്റി മാത്രം ജീവിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ഒരു സമൂഹം മുന്നോട്ട് പോകേണ്ടത്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരർത്ഥത്തിൽ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ കാശുള്ളവനോട് എപ്പോഴും അസൂയാണ്. കാശുള്ളവൻ ഇതെന്തോ ചുമ്മാതെ മരം കുലുക്കി ഉണ്ടാക്കുന്നതാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഒന്നുമല്ല. ഈ അംബാനിയുടെ അച്ഛൻ ധീരുഭായ് അംബാനി ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയതാണ് അയാൾ തുടങ്ങി, അയാൾ പണം ഉണ്ടാക്കി. അയാൾ എത്ര ഉണ്ടാക്കിയോ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് അയാളുടെ മക്കളുണ്ടാക്കി. ഒരുപക്ഷെ ഇത് കുറേ തലമുറ കഴിയുമ്പോൾ ഇതെല്ലാം നശിച്ച് ഒന്നുമില്ലാതായേക്കും. അതങ്ങനെയാണ്, സൈക്കിൾ പോലെയാണ് സംഭവം. പക്ഷേ ഒന്നുമില്ലാതെ ഒന്നും ചെയ്യാതെ മാറി ഇരുന്നിട്ട് കുറ്റം പറയാൻ വലിയ മിടുക്കാണ്, എളുപ്പമാണ്. അങ്ങനെയല്ല. ആരും വെറുതെ ഒന്നും മരം കുലുക്കി പണം ഉണ്ടാക്കുന്നില്ല. ഒന്നെങ്കിൽ കായികമായിട്ട് അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി കൊണ്ട്, അവൻ്റെ ഊർജ്ജസ്വലത കൊണ്ടും അവൻ കഷ്ടപ്പെടുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ ആളുകൾ പണക്കാരാവുന്നത്. അല്ലാതെ പെട്ടെന്ന് പണക്കാരാവുന്നത് വല്ല ലോട്ടറി അടിച്ചിട്ടൊക്കെ മാത്രമേ ഉള്ളൂ. മലയാളികൾ ഏറ്റവും കൂടുതൽ ലോട്ടറി എടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അനക്കാൻ കഴിയല്ല, ദേഹം അനക്കാൻ കഴിയല്ല. ലോട്ടറി അടിച്ച് കിട്ടിയാൽ കൊള്ളാം എന്ന് ഈ ഒരു ചിന്താഗതി, ഇതൊക്കെ മാറ്റണം കേട്ടോ. വളരെ മോശമാണ്.